എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീന ഒരു വലിയ ചൂരിലെടുത്തുകൊണ്ട് കാണിച്ചിട്ട് ഇതാണോ എന്ന് ചോദിക്കുവാണ് ബാലേന്ദ്രനോട്. അന്നേരം ബാലേന്ദ്രൻ പറയും അതല്ല, പക്ഷേ ഇപ്പം തൽക്കാലം അത് മതി എന്ന് പറയും. അത് കൈ പിടിച്ചിങ്ങനെ നോക്കുമ്പം അലീന ചോദിക്കുന്നുണ്ട്, സാറിൻ്റെ റൂമിൽ എന്താ എലിശല്യം ഉണ്ടോ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എലിശല്യമല്ല, വേറെ പലതും ആ റൂമിൽ വരാറുണ്ട്, അതിനു വേണ്ടി ഇത് എന്ന് പറയും. എന്നിട്ട് അലീനയോട് പറയുവാണ്, എൻ്റെ പാകം എന്താണ് എന്ന് നിനക്കറിയാലോ, അപ്പോൾ ആ ചൂടിൽ തന്നെ ഫുഡ് എൻ്റെ റൂമിലേക്ക് എത്തണം. അത് ആര് കൊണ്ടുവന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ചൂടിലല്ല ഫുഡ് റൂമിൽ എത്തുന്നത് എങ്കിൽ അത് കൊണ്ടുവരുന്നവർ ഈ വടി വെച്ച് തല്ലി മേടിക്കും. അത് നീ കൊണ്ടുവരുന്നെങ്കിൽ നീയും മേടിക്കും എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, അത് സാരമില്ല, എന്നെ തല്ലിക്കൂ, എന്നെ ഒരു അച്ഛൻ ഇതുവരെ തല്ലിയിട്ടില്ല എന്ന് പറയുക കേട്ടോ. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആയിക്കോട്ടെ, ഇപ്പം നിനക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ, ആവും എൻ്റെ പാകത്തിന് ഒരു മസാല ദോശ ചുട്ടുകൊണ്ട് വാ എന്ന് പറയുന്നു. അലീന അത് ചുടാനായിട്ട് അങ്ങ് പോവാണ്. അന്നേരം ബാലേന്ദ്രൻ ആ വടിയിലൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ വൈജയന്തി ഇല്ല കേട്ടോ. വൈജയന്തി അവിടെ നിന്ന് മുങ്ങി. ബാലേന്ദ്രൻ്റെ കയ്യിൽ ആ വടി കിട്ടിയപ്പോഴത്തേക്കും വൈജയന്തിക്ക് ചെറിയൊരു പേടിയായി. വൈജയന്തി പയ്യെ ഒതുങ്ങി അങ്ങ് മാറി നിൽക്കുമായിരുന്നു. വടി കണ്ടതേ ബബിത അവിടെ നിന്ന് മുങ്ങിയായിരുന്നു. ഏതായാലും ബാലേന്ദ്രൻ വൈജയന്തിയുടെ റൂമിൻ്റെ അങ്ങോട്ട് നോക്കുമ്പോൾ വാതിൽ പയ്യെ തുറന്നിട്ട് കുറച്ച് നേരം നോക്കി നിൽക്കുന്ന വൈജയന്തിയാണ് കാണുന്നത്. എന്നിട്ട് പെട്ടെന്ന് ആ വാതിലം അടയ്ക്കും. ബാലേന്ദ്രൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് ആ വടിയായിട്ട് റൂമിലേക്ക് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ബബിത ഓടി വൈജയന്തിയുടെ റൂമിലോട്ട് ചെല്ലും. അന്നേരം വൈജയന്തി ഫോൺ വിളിച്ച് പറയുന്നുണ്ട്, ശിവേട്ടനെയാണ് ഫോൺ വിളിച്ച് പറയുന്നത്, ഇനി എനിക്കിത് സഹിക്കാൻ പറ്റില്ല, അങ്ങനെ എന്നെ നാണം കെടുത്താമെന്ന് ബാലേന്ദ്രൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. എന്നെ വെറുതെ ഇങ്ങോട്ട് കയറ്റി വിട്ടതോ അല്ലെങ്കിൽ ബാലേന്ദ്രൻ കൈ കാണിച്ചപ്പോൾ ഓടി കയറിയതൊന്നുമല്ല ഞാനിങ്ങോട്ട്. നിങ്ങളെല്ലാവരും കൂടി കല്യാണം ആലോചിച്ച് നിറപറയും നിലവിളക്കും വെച്ച് ബാലേന്ദ്രനെ കൈ പിടിച്ച് ഏൽപ്പിച്ചതാണ് എന്നെ. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ചില അവകാശങ്ങളുണ്ട്, അത് കിട്ടിയില്ല എങ്കിൽ അങ്ങനെ നാണം കെട്ട് കിടക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പറയുക. അന്നേരം ശിവൻട്ടൻ പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത്, അയാളൊരു അസുഖമുള്ള ആളല്ലേ, ഈ സമയത്ത് നീ ഇത്തിരി അങ്ങ് ക്ഷമിക്കുക എന്നൊക്കെ പറയുമ്പം അങ്ങനെ ക്ഷമിക്കാൻ പറ്റത്തില്ല. എന്നെയോ മക്കളെയോ ബാലേന്ദ്രൻ ഇപ്പം കാണണ്ട, ആ അലീനയെ മാത്രം കണ്ടാൽ മതി, അവൾ ഫുഡ് കൊണ്ട് കൊടുത്താൽ മതി, അവൾ മരുന്ന് കൊടുത്താൽ മതി, ഞങ്ങൾ ആരും ബാലേന്ദ്രന് വേണ്ട. ഇന്ന് തന്നെ ബബിത ഫുഡ് കൊണ്ട് കൊടുത്തു, അത് ബാലേന്ദ്രന് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുക. അന്നേരം അങ്ങനെ ചോദിക്കുന്നുണ്ട്, ഈ ഒരു സമയത്ത് അതങ്ങ് വിട്ടുകൊടുക്കുക, നീ എന്തിനാണ് അവിടെ വാശി കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പറയും, അങ്ങനെ വാശി കാണിക്കും ഞാൻ, അങ്ങനെ എൻ്റെ മക്കൾക്ക് ഇല്ലാത്ത സ്ഥാനം വേറെ ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല. അവളെ കണ്ടില്ലെങ്കിൽ ബാലേന്ദ്രന് ഉറക്കം വരത്തില്ല, ഇതൊന്നും ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല. കുറേ കഴിയുമ്പം എൻ്റെ മക്കൾ തന്നെ എന്നോട് ചോദിക്കും, അമ്മ അനുവദിച്ചിട്ടല്ലേ ഇങ്ങനെ പലതും ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിക്കും. അതുപോലെ നിങ്ങൾക്കറിയാലോ, ഞാനും വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് നിന്നിരുന്നായിരുന്നു, നിങ്ങളെല്ലാവരും നിർബന്ധിച്ചാണ് എന്നെ ബാലേന്ദ്രൻ്റെ തലയിലേക്ക് കെട്ടിവെച്ച് കൊടുത്തത്, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നാണം കെട്ട് നിൽക്കില്ല, ഇവിടുന്ന് ഇറങ്ങും എന്ന് തന്നെ പറയുവാണ്. വൈജയന്തി ഈ പറയുന്നത് കേൾക്കുമ്പം ബബിത ഇങ്ങനെ സംശയിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒരു കാര്യമില്ലാതെ വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കില്ലല്ലോ, അതൊക്കെ തന്നെയാവും. അന്നേരം ശിവൻ പറയുന്നുണ്ട്, നീ എടുത്തിയാടി ഒന്നും ചെയ്യരുത്, നമുക്ക് ആലോചിച്ച് എന്തെങ്കിലും ചെയ്യാം, അയാളെ അയാളുടെ വഴിക്ക് വിടുക കുറച്ച് നാളത്തേക്ക് എന്നൊക്കെ പറയുമ്പം, പിന്നെ അങ്ങനെ വിട്ടാൽ ശരിയാകിയല്ലോ, ഞങ്ങളെ ആരെയും കാണുന്ന പോലും ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അവിടെ ഒരു ബെല്ല് പിടിപ്പിച്ചേക്കുന്നത്, ആ ബെല്ലടിക്കുമ്പോൾ അവൾ ഓടിച്ചെന്നോണം, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് നല്ലതല്ലേ, മുകളിൽ കിടന്ന് അലറി വിളിക്കേണ്ട കാര്യമില്ലല്ലോ, അത് നീ ക്ഷമിക്കേ, അതുകൊണ്ട് നീ എടുത്തിയാടാതെ അവിടെ നിൽക്കുക, ഞാൻ ഒന്ന് സംസാരിക്കട്ടെ രാജീവനൊക്കെ ആയിട്ട്, എന്നിട്ട് കാര്യങ്ങൾ പറയാമെന്ന് പറയുമ്പം, ഇല്ല, ഈ നാണക്കേട് സഹിച്ച് ഞാൻ ഇവിടെ നിൽക്കില്ല, ഇന്ന് എന്നെ അടിക്കാൻ വേണ്ടി പത്തക്കോൽ എടുത്തുകൊണ്ട് വന്നു, അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല, എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ബാലേന്ദ്രൻ അത് ചെയ്തത്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങുമെന്ന് പറയും. കുറേ പറയുന്നുണ്ട് ശിവൻ, നീ എടുത്തിയാടരുത്, ഒന്നുകൂടെ ആലോചിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പോകുമെന്ന് തന്നെ പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ബബിത ചോദിക്കുന്നുണ്ട്, അമ്മ ഇതെല്ലാം കെട്ടിപ്പെറുക്കി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കും. അന്നേരം എങ്ങോട്ട് പോയാലും നിനക്കെന്നാ, നീ നിൻ്റെ അച്ഛൻ പറയുന്ന അനുസരിച്ച് ഇവിടെ അങ്ങ് ജീവിച്ചാൽ മതി, അമ്മയില്ലെങ്കിലും നിനക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം അമ്മ നിങ്ങളിങ്ങനെ തുടങ്ങി ഞങ്ങൾ എന്താ ചെയ്യുന്നത്, അമ്മ ഇവിടുന്ന് പോകാൻ പാകത്തിന് ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ കണ്ടതല്ലേ നിൻ്റെ അച്ഛൻ ആ വടി എടുത്തുകൊണ്ട് വരുന്നത്, അത് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ബാലേന്ദ്രൻ കാണിച്ചത്, ഈ വീട്ടിൽ കയറി വരുന്ന ഉപദ്രവകാരികളായ ജീവികളെ തല്ലാൻ വേണ്ടിയാണ് ആ വടി അവിടെ വെച്ചേക്കുന്നത്, ആ വടിയെടുത്ത് അങ്ങനെ കാണിക്കണമെങ്കിൽ എന്നെ ഇവിടുന്ന് അടിച്ചിറക്കുമെന്ന് തന്നെയാണ് ബാലേന്ദ്രൻ ഉദ്ദേശിച്ചത്, അതുകൊണ്ട് ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കത്തില്ല, ഇതിനൊരു തീരുമാനമാക്കിയിട്ടേ അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ടേ ഞാൻ ഇനി ഇതിൻ്റെ അകത്ത് തിരിച്ച് കയറുള്ളൂ എന്ന വാശിയോടുകൂടി വൈജയന്തി ബാഗെല്ലാം പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുവാണ്. അന്നേരവും
ബബിത പുറകെ നടന്ന് ചോദിക്കുന്നുണ്ട്, അമ്മ എങ്ങോട്ടാ പോകുന്നേ എന്നെങ്കിലും പറഞ്ഞിട്ട് പോ എന്നൊക്കെ പറയുമ്പം പറയാൻ സൗകര്യമില്ല, എൻ്റെ പുറകെ വരണ്ടെന്നല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ് ബബിതേനെയും വഴക്ക് പറഞ്ഞിട്ട് വണ്ടിയിൽ ബാഗൊക്കെ എടുത്തു വെച്ച് വൈജയന്തി അവിടെ നിന്ന് പോവുകയാണ്. അന്നേരവും ബബിത പറയുന്നുണ്ട്, അമ്മേ പോകല്ലേ, നമുക്കിവിടെ വെച്ച് എന്തെങ്കിലും പരിഹാരം കാണാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കേൾക്കുന്നില്ല, പോകുന്നു. ആകെ വിഷമിച്ച് നിൽക്കുക ബബിത. അത് കഴിഞ്ഞ് ബബിത നേരെ ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് വരുവാണ്. ബാലേന്ദ്രൻ അന്നേരം ഷേവ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അന്നേരം പറയുന്നുണ്ട്, അച്ഛാ അമ്മ പോയിന്ന്. അന്നേരം പോട്ടെ എന്ന് പറയുമ്പം അമ്മ ഇവിടുന്ന് ബാഗും ട്രോളി ബാഗും സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ടാണ് പോയതെന്ന് പറയുമ്പോൾ പോയിക്കോട്ടെ, ആ സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, അപ്പോൾ അവൾ കൊണ്ടുപോകട്ടെ എന്ന് പറയും. അന്നേരം ഇനി ഇങ്ങോട്ട് വരികയില്ല, അലീന ഇവിടുന്ന് പോകാതെ വരില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയതെന്ന് പറയുമ്പോൾ അലീനയോ എന്ന് ചോദിക്കും. അന്നേരം പെട്ടെന്ന് മാറ്റി പറയൂട്ടോ അലീന ചേച്ചിന്ന്. ഇത് കേട്ട് കഴിയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൾ വരണ്ട, എവിടെയാണെന്ന് വെച്ചാൽ പൊക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അന്നേരം അമ്മയില്ലാത്ത വീട്, അമ്മയില്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യുന്നത്, അലീനെ ഇവിടുന്ന് പറഞ്ഞു വിടുവായിരുന്നെങ്കിൽ അമ്മ വന്നേനെ എന്നിങ്ങനെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ അമ്മ വന്നു കഴിയുമ്പം അച്ഛൻ പോവും, ഇത് അച്ഛനില്ലാത്ത വീടാകും എന്ന് പറയും. അന്നേരം ബബിത ചോദിക്കുന്നുണ്ട്, എന്തിനാ അച്ഛൻ നിങ്ങൾ ഇങ്ങനെ വെറുതെ വഴക്കുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുക. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വെറുതെയുള്ള വഴക്കല്ല മോളെ, ഇതിനകത്ത് വ്യക്തമായ കാരണമുണ്ട്, ഒരു കുടുംബത്തെ തകർത്ത് കളയാൻ പാകത്തിനുള്ള കാരണമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ വഴക്കിടുന്നത് എന്ന് പറയും. അന്നേരം ബബിത ചോദിക്കുക, അച്ഛനെ ഒന്ന് ക്ഷമിച്ചുകൂടെ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇത് നീ പോയി പറയേണ്ടത് നിൻ്റെ അമ്മയോടാണ്, അച്ഛൻ 22 വർഷം ക്ഷമിച്ചു, ഇനി നിൻ്റെ അമ്മയോട് ക്ഷമിച്ചു തുടങ്ങാൻ പറ എന്ന് പറയും. അന്നേരം ആകെ വിഷമമാണ് ബബിതയ്ക്ക്. അന്നേരം ബബിത പറയുന്നുണ്ട്, നിങ്ങളൊന്ന് ക്ഷമിക്കുവാണെങ്കിൽ അലീനെ ചേച്ചിയെ ഇവിടുന്ന് പറഞ്ഞു വിടുമായിരുന്നെങ്കിൽ എല്ലാം തീർന്നേനെ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ അവൾ ഇങ്ങോട്ട് വരണ്ട, അവൾ എവിടെയാണെന്ന് വെച്ചാൽ പൊയ്ക്കോട്ടെ എന്ന് പറയുമ്പോൾ അമ്മ എങ്ങോട്ടാണ് പോയത് എന്ന് അറിയില്ല എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ കളിയാക്കി പറയുവാണ്, ശൂന്യാകാശത്തിലോട്ടായിരിക്കും പോയത്, അത്രയ്ക്ക് സ്പീഡിലല്ലേ ഇവിടുന്ന് പോയത് എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് നീ ചെല്ല് എന്ന് പറയുന്നു. ബബിത ആകെ വിഷമിച്ച് റൂമിൽ നിന്ന് പോരുന്നു. ബാലേന്ദ്രൻ അത് കഴിഞ്ഞ് കുറേ നേരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽപ്പുണ്ട് കേട്ടോ. ഏതായാലും ഇതിന് ശേഷം അലീനയുടെ അടുത്തോട്ടാണ് ബബിത ചെല്ലുന്നത്. എന്നിട്ട് പറയും, അമ്മ പോയി എന്ന്. അന്നേരം അലീന ചോദിക്കും, അതിന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, നീ ഒറ്റ ഒരുത്തിയ കാരണമാണ് അമ്മ ഇവിടുന്ന് പോയത്, നീ ഇവിടുന്ന് പോവുമായിരുന്നെങ്കിൽ അമ്മ ഇവിടെ നിന്നേനെ എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, നീ ഈ കാര്യം നിൻ്റെ അച്ഛനോട് പോയി പറ, ഞാൻ ഇവിടുന്ന് പോയിക്കോളാം എന്ന് പറയുമ്പം അച്ഛൻ ഇവിടുന്ന് നിന്നെ വിടില്ല എന്ന് നിനക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, നിൻ്റെ അമ്മ ഇവിടുന്ന് ഇറങ്ങിപ്പോയതിന് നീ എന്നോട് വന്ന് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, നീ ആദ്യം നിൻ്റെ അമ്മയോട് പോയി ചോദിക്കണം, എന്തെങ്കിലും തെറ്റ് അമ്മയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ടോ എന്ന്. നിൻ്റെ അമ്മ നല്ലവളാണെങ്കിൽ അതിന് ഉത്തരം നിനക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് അലീനയും അടുക്കളയിലേക്ക് പോകുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമത്തിലാട്ടോ ബബിത. ഏതായാലും വീട്ടിൽ നിന്ന് നല്ല റോക്കറ്റ് പോലെയാണ് വൈജയന്തി ഇറങ്ങിപ്പോയത്. അത് കഴിഞ്ഞ് വഴിയെ കൊണ്ടേ കുറച്ച് നേരം ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കും, എങ്ങോട്ട് പോകണമെന്ന്. എങ്ങോട്ട് പോകാനാ, കൊല്ലപ്പള്ളി വരെ പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് വണ്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. ഈ സമയം അലീന മുത്തശ്ശിയോട് ഈ കാര്യങ്ങളെല്ലാം വന്ന് പറയും. അന്നേരം മുത്തശ്ശി, എന്നാലും അവൾ എന്നോടൊരു വാക്ക് പറയാതെ പോയല്ലോ, എന്തൊരു കഷ്ടമായത്, അവൾക്കൊന്ന് ക്ഷമിച്ചൂടെ, അവൾ എന്തിനാ ഇങ്ങനെ എപ്പോഴും വഴക്കുണ്ടാക്കുന്നത്, ഇന്ന് എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, ബാലേന്ദ്രൻ സാറിന് ഞാൻ ഫുഡ് കൊണ്ട് കൊടുക്കുന്നതാണ് ഇഷ്ടം, വേറെ ആരും കൊണ്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ മാഡം അത് സമ്മതിക്കത്തില്ല. ഇന്ന് ഞാൻ ഫുഡ് കൊണ്ടുപോയപ്പം അത് ബബിതയുടെ കയ്യിൽ കൊടുത്ത് റൂമിലേക്ക് എത്തിച്ചു, അത് സാറിന് ഇഷ്ടപ്പെട്ടില്ല. അതിന് പകരം താഴെ ഇറങ്ങി വന്ന സാറ് എന്നോട് വേറെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും പറഞ്ഞു, അവിടെ ഇരുന്ന് ഒരു വടി എടുത്ത് കൊടുക്കാനും പറഞ്ഞു. ഇതൊക്കെ കണ്ടപ്പോൾ മാഡത്തിന് ഇഷ്ടപ്പെട്ടില്ല. എന്തിനാ മാഡം ഇങ്ങനെ വാശി പിടിക്കുന്നത്, ഒന്ന് ക്ഷമിച്ചു കൊടുത്തൂടെ, ഒന്നുമില്ലെങ്കിലും ഭർത്താവല്ലേ, ഒരു രോഗിയല്ലേ, അതെങ്കിലും ഒന്ന് ചിന്തിച്ചൂടെ. അതൊന്നും ചിന്തിക്കില്ല മാഡം, മാഡത്തിന് സ്വന്തം വാശി ജയിക്കണം, അത്ര മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയും കേട്ടോ. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ഇതിങ്ങനെ പോയാൽ എന്നാ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് പോകാൻ ഒരു സ്ഥലമില്ല, കമലയുടെ അടുത്തേക്ക് പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയേനെ, എൻ്റെ ഗതികേട് ഇങ്ങനെ ആയല്ലോ എന്നിങ്ങനെ പറയുക. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ കാലത്ത് രാവണിയേട്ടൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും എനിക്ക് പേടിയായിരുന്നു, ആ സ്ഥാനത്താണ് ബാലേന്ദ്രനെ വെല്ലുവിളിക്കുന്നത്, അതെന്തെങ്കിലും നടക്കുമോ, അവളെന്താ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം അലീന പറയുന്നുണ്ട്, ഈ വഴക്ക് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാലേ തീരുള്ളൂ, എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടാലേ മേഡം ഇങ്ങോട്ട് തിരിച്ചു വരുവുള്ളൂ, എന്നാൽ ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞാൽ സാറ് സമ്മതിക്കുന്നുമില്ല എന്ന് പറയുമ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇനി പറയാതെ പോയാലോ കുഞ്ഞെന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ സാറ് പിന്നെ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കത്തില്ല, എല്ലാവരെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് വീടും പൂട്ടി സാറ് എവിടേക്കെങ്കിലും പോകുമെന്ന് പറയും. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അവൻ പറഞ്ഞായിരുന്നു എന്ന്. അന്നേരം ഒരിക്കൽ അങ്ങനെ ഒരു സൂചന തന്നായിരുന്നു, മേഡം
ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരും. എന്നോടെല്ലാം ചെയ്തു കൊടുക്കാൻ പറയുന്നത് ഒരു വാശിയുടെ പുറത്താണ്. അതൊന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു മാഡം, പക്ഷെ അത് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ അലീന ഇങ്ങനെ വിഷമത്തോടെ പറയുക. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പം മാഡം ഇവിടുന്ന് ഇറങ്ങിപ്പോയത് വലിയ വഴക്കാവുകയാണെങ്കിൽ ഞാൻ പോകും കേട്ടോ എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അതാ നല്ലതെന്ന് എനിക്കും തോന്നുന്നുണ്ട് കുഞ്ഞേ എന്ന്. ഏതായാലും രണ്ടുപേരും ഭയങ്കര വിഷമത്തിലാണ്. അതുപോലെ വൈജയന്തി നേരെ വിട്ടടിച്ചിരുന്ന് കമലയുടെ അടുത്തോട്ടാട്ടോ. അവിടെ ചെല്ലുമ്പോൾ ചെറിയൊരു ചളുപ്പുണ്ട് ഇറങ്ങാൻ. കുറച്ച് നേരം വിഷമിച്ചിങ്ങനെ ഇരിക്കും വണ്ടിയിൽ. എന്നിട്ട് ഇറങ്ങി 2 ബാഗുണ്ട്, അതിലൊരു ബാഗ് എടുത്തുകൊണ്ടാട്ടോ കയറി ചെല്ലുന്നത്. കോളിംഗ് ബെല്ല് അടിക്കുന്നു. കമല വന്ന് വാതിൽ ഓർക്കുന്നു. അന്നേരം വൈജയന്തി ഈ ബാഗുമായിട്ടാണല്ലോ നിൽക്കുന്നത്. അന്നേരം ആഹാ നീ ആയിരുന്നോ, ഈ സമയത്ത് എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അതെന്താ എൻ്റെ വീട്ടിലോട്ട് വരാൻ എനിക്ക് ആരുടെയെങ്കിലും അനുവാദം വേണോ, ഞാൻ ജനിച്ചു വളർന്ന വീടായതെന്ന് പറയുമ്പോൾ, ആയിക്കോട്ടെ എപ്പോൾ വേണമെങ്കിലും വന്നോ, ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അകത്തോട്ട് കയറി പോകട്ടോ. വൈജയന്തിയുടെ ആ മറുപടി അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കമലയ്ക്ക്. കമലയുടെ മുഖത്ത് അത് അറിയുകയും ചെയ്യാം. എന്നിട്ട് അകത്ത് കയറി വന്നിട്ട് ചോദിക്കും, എന്താ ഇപ്പോൾ അവിടുത്തെ പ്രശ്നമെന്ന്. അന്നേരം അവിടെ പ്രശ്നങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, ബാലേന്ദ്രൻ ഇപ്പം ഞാനും മക്കളും ഒന്നും വേണ്ട, അലീന മതി. അലീന ഭക്ഷണം കൊടുക്കണം, അലീന മരുന്ന് കൊടുക്കണം, അലീനെ കുളിപ്പിക്കണം, മൊത്തത്തിൽ അലീനമയമാണ്. അതേതായാലും അനുവദിച്ചു കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് ഇറങ്ങിയത് എന്ന് പറയും. അന്നേരം കമല ചോദിക്കുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി, ഇന്നത്തെ പ്രശ്നം എന്താണ്, ഇതൊക്കെ എവിടുന്നാണ് തുടങ്ങിയതെന്ന് എനിക്ക് മനസ്സിലാകാത്തത് എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷമാണ് എന്ന് പറയും. അന്നേരം കമല പറയുന്നുണ്ട്, പക്ഷെ മനു അല്ലേ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നത് ബാലേന്ദ്രനെ, അവൻ പറഞ്ഞത് ഒരു കുഴപ്പമൊന്നും ഇല്ലെന്നാലോ. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ ഒരു പ്രശ്നവും ഇല്ല, ഇപ്പോൾ ആകെ പ്രശ്നമുള്ളത് ആൻറ്റിക്കാണ്, ആൻറ്റിക്കേറ്റ് 2 തല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാറും, അത് ഉടനെ തന്നെ അങ്കിൾ കൊടുക്കും എന്ന് അവൻ പറഞ്ഞു എന്ന് പറയും. അന്നേരം അവൻ അങ്ങനെ പറഞ്ഞോ, അവൻ അങ്ങനെ പറയും, അലീനെ കണ്ടപ്പോൾ തൊട്ട് അവന് എന്നെയൊന്നും കണ്ണി പിടിക്കുകയല്ലോ എന്ന് പറയും. അന്നേരം കമലയ്ക്ക് അത് ഇഷ്ടപ്പെടുകയല്ലേ. അന്നേരം കമല പറയുന്നുണ്ട്, നീ അങ്ങനെ പറയണ്ട, നിൻ്റെ വേലക്കാരിയെ നിനക്ക് നിലയ്ക്ക് നിർത്താൻ സാധിക്കാത്തതിന് നീ മനുവിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, കാര്യമുണ്ട്, അവനാണല്ലോ അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, അവളോട് അവിടെ നിൽക്കണ്ട, നിൻ്റെ പണി മതിയാക്കി നീ പൊയ്ക്കോ എന്ന് മനു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അവിടുന്ന് ഇറങ്ങും. അതിന് പകരം അവൻ എന്താ പറഞ്ഞതെന്നറിയാവോ, ആൻറ്റി അങ്ങനെ പലതും പറയും, നീ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, അങ്കിള് പറഞ്ഞത് കേട്ടാൽ മതിയെന്ന്. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഏതായാലും മനു അല്ല വേറെ ആരാണെങ്കിലും എൻ്റെ ഓപ്പോസിറ്റിൽ നിൽക്കുന്നത്, അലീനയുടെ ഒപ്പം നിൽക്കുന്നത് ആരായാലും എൻ്റെ ശത്രുവാണ് എന്ന് പറയുവാണ്. അന്നേരം കമല പറയുന്നുണ്ട്, നീ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നീ മനുവിനെ വെറുപ്പിച്ചതുകൊണ്ടാണ് അവൻ അലീനയുടെ ഒപ്പം നിൽക്കുന്നത്, അതല്ല എങ്കിൽ അവൻ ഇങ്ങനെയൊന്നും ചെയ്യലായിരുന്നു, അവൻ എന്ത് കാര്യമായിരുന്നു വൈജാൻറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിയില്ലേ എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട്, അത് മാറും, കാരണം അലീനയാണല്ലോ മുമ്പിൽ നിൽക്കുന്നത്, അതുകൊണ്ട് അവൻ അങ്ങനെ മാറും, അതെനിക്ക് അറിയാമെന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഏതായാലും ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചിട്ടില്ല ഉടനെയൊന്നും, എൻ്റെ കാര്യത്തിൽ എൻ്റെ 3 ആങ്ങളമാരോട് കൂടി സംസാരിച്ച് ഒരു തീരുമാനം എടുക്കണം. ഞാൻ ശിവേട്ടനെ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് അവരെല്ലാവരും സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തി അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ട് ഞാൻ ഇനി തിരിച്ചു പോകുള്ളൂ എന്ന് തന്നെ വൈജയന്തി പറയുന്നു. അന്നേരം അത് കേൾക്കുന്ന കമലയ്ക്ക് മനസ്സിലായി ഇത് ഒരു നടയ്ക്ക് പോകത്തില്ല എന്ന്. കമലയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ വൈജയന്തി അങ്ങോട്ട് ചെന്നത്. അതുകൊണ്ട് തന്നെ കമൽ ഇതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഗംഗേട്ടൻ വന്നപ്പം ഒരു തീരുമാനം ആക്കിയിട്ടല്ലായിരുന്നു പോയത്, പിന്നെ ഇനി എന്ത് തീരുമാനം ആക്കാനാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വൈജയന്തി പറയുന്നത്, എന്നെ ചീത്ത പറഞ്ഞ് എൻ്റെ കാരണത്തടിച്ചിട്ടാണ് ഗംഗേട്ടൻ ഇറങ്ങിപ്പോയത്, അതായിരുന്നു പരിഹാരം എന്ന് ചോദിക്കുമ്പം ഗംഗേട്ടൻ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ഓപ്പോസിറ്റിൽ നിൽക്കുന്നത് അമ്മയാണോ മകളാണോ അനീതിയാണോ എന്നൊന്നും നോക്കത്തില്ല, ന്യായത്തിൻ്റെ ഭാഗത്തെ നിൽക്കുള്ളൂ എന്ന് പറയും. അന്നേരം വൈജയന്തി ചോദിക്കും, എന്നെ തല്ലിയത് ന്യായമാണെന്നാണോ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല അത് നമ്മുടെ ന്യായമല്ല, പക്ഷേ ഗംഗേട്ടൻ അത് ന്യായമായിരിക്കും, അതുകൊണ്ട് അങ്ങനെ ചെയ്തതെന്നും പറയുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത് ഇതൊക്കെയാണ്. പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ രാജീവൻ എന്ന് പറയുന്ന ആങ്ങള വരുന്നു. ആ ആങ്ങളോട് കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ആങ്ങള പറയുവാണ്, ഇനിയിപ്പോൾ എന്താ വേണ്ടത് എന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം, തല്ലണമെങ്കിൽ തല്ലാം, കൊല്ലണമെങ്കിൽ കൊല്ലാം എന്ന് പറയുക. അന്തിക്കും കമല, വേണ്ട, വൈജയന്തിയുടെ ഭർത്താവല്ലേ, അതുകൊണ്ട് ജീവൻ കിടന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇവരങ്ങോട്ട് ചെല്ലുമ്പോൾ ബാലേന്ദ്രൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പം വൈജയന്തി ഓടിയൊക്കെ സ്പീഡിൽ അവർ തിരിച്ചോടും. ഏതായാലും ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.